ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. AD 30 യെരുശലേമിൽ ക്രിസ്തുവിൻ്റെ സഭ ആരംഭിച്ചു. നമുക്കറിയാം, അത് ലോകവ്യാസകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്. ഈ സുവിശേഷീകരണത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്, ആത്മീയ എനർജി എന്ന് പറയുന്നത് പരിശുദ്ധാത്മശക്തിയാണ്. ആ പരിശുദ്ധാത്മശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വാഗ്ദത്തം എന്ന് പറയുന്നത്. മിഷൻ സ്പിരിറ്റാണ് അപ്പസ്തോലന്മാർക്ക് ലഭിച്ചിട്ടുള്ളത്. അതാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളതായ കൃപാവരം, താലന്ത്, നിമിത്തം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അതിൻ്റെ പുറകിലുള്ളത്. ആ പരിശുദ്ധാത്മ ശക്തി അവർക്ക് ലഭിക്കുമ്പോൾ അവർ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ധീരമായി മുൻപോട്ട് കുതിച്ച് ലോകമാസകലം, അത് ഭൂമിയുടെ അതിരുവരെയും ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പങ്കാളികളായി തീരും എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഉത്സാഹം നൽകുന്നത്, അവരുടേതായ ആവേശം നൽകുന്നത്, അവരുടേതായ താല്പര്യം നൽകുന്നത്, അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുപോലെ തന്നെയാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ മടുത്തു പോകാതെ, മടങ്ങിപ്പോകാതെ ധീരമായി ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനുള്ളതായ ആ ഒരു ഉത്സാഹം അവർക്ക് നൽകുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഇന്ന് ലോകം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മിഷണറി സമൂഹങ്ങളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹാദൗത്യം സുവിശേഷീകരണം ലോകമാസകലം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ച് പല സ്ഥലങ്ങളിലും സഭകൾ രൂപം കൊള്ളുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അടിസ്ഥാനപരമായി ഏകം എന്ന് പറയുന്ന ഒരു ആത്മീയമായ സംവിധാനമാണുള്ളത്, യൂണിറ്റിയാണത്, ഏകം. ഞാൻ മനസ്സിലാക്കുന്ന പോലെ ആദിമസഭയ്ക്ക് അടിസ്ഥാനപരമായി 4 സവിശേഷതകൾ നിലനിൽക്കുന്നുണ്ട്. 1 ഏകം എന്നുള്ളതാണ്, 2 പരിശുദ്ധം എന്നുള്ളതാണ്, 3 കാതോലികം അഥവാ സാർവത്രികം എന്നുള്ളതാണ്, 4 അപ്പസ്തോലികം എന്നതാണ്. 4 അടിസ്ഥാന വിശേഷങ്ങളാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, തലമുറകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ പിന്നിട്ടു, ലോകമെമ്പാടും സഭയുണ്ടായി. എവിടെ, ഏത് തലമുറയിൽ, ഏത് സഭ, ഏത് സ്ഥാനത്ത് സഭയുണ്ടായാലും ഈ അടിസ്ഥാന തൂണുകൾ തന്നെ വേണം എല്ലായിടത്തും, എല്ലാ സഭകളിലും, എല്ലാ തലമുറകളിലുള്ള എല്ലാ സഭകളിലും കാണുവാനായിട്ട്. ആ സഭ ഏകമായിരിക്കണം, ആ സഭ പരിശുദ്ധമായിരിക്കണം, ആ സഭ സാർവത്രികമായിരിക്കണം, ആ സഭ അപസ്തോലികമായിരിക്കണം. ഇതല്ലാതെ 5ാമത് ഒരു അഡീഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് കൃത്യമായ രേഖ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സഭ എന്നും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇതെല്ലാം സഭാവിഭാഗങ്ങളല്ല, ഇതെല്ലാം പ്രാദേശിക സഭകളാണ്. എന്നാൽ ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ, ഏകം എന്ന ഭാവമായിരുന്നുവെങ്കിൽ ഇന്ന് ധാരാളം സഭാവിഭാഗങ്ങൾ, ചർച്ച് ഡിവിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഡിവിഷൻസ് ഉണ്ടായെന്ന് കൃത്യമായൊരു കണക്ക് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. എന്നാൽ ഔദ്യോഗികമായി ലഭ്യമായ ചില രേഖകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ 30,000-ലേറെ ഉന്നത ശ്രേണിയിൽപ്പെട്ട സഭാവിഭാഗങ്ങളുണ്ട് എന്നാണ്. അതായത് കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സഭാവിഭാഗങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് 30,000-ലേറെ ഡിവിഷൻസായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുകൂടാതെ ഹോം ചർച്ചസ് വേണ്ടുവോളമുണ്ട്, മറ്റ് സ്വതന്ത്ര സഭകൾ ധാരാളമുണ്ട്, ഒരുപാട് സഭാവിഭാഗങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ പുരോഗതിയായിട്ടോ അഭിവൃദ്ധിയായിട്ടോ വ്യാപനമായിട്ടോ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇതെല്ലാം വിഭാഗിക്കപ്പെട്ടു പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഇതെല്ലാം പല തുണ്ടുകളായി മാറിപ്പോയി എന്നേ ഉള്ളൂ. ആ മാറിപ്പോയവർ തന്നെ പരസ്പരം പോരടിക്കുന്ന, വെല്ലുവിളിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, സ്വാധീനിക്കുന്ന മനോഭാവമാണ് വ്യാപരിക്കുന്നത്. അത് പാടില്ല. ഏകം എന്നായിരിക്കണം, ഏകമായ സഭ. ഇന്ന് സഭയിൽ വിവിധങ്ങളായ നിലയിലുള്ളതായ പൊരുത്തക്കേടുകളുണ്ട്, അകൽച്ചകളുണ്ട്,
വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്നും പാടുള്ളതല്ല, മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അവിടെ യഹൂദന്മാർ സ്ഥാനമില്ല, യവനന്മാർക്ക് സ്ഥാനമില്ല. അവരെല്ലാം ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ആ യൂണിറ്റി ഉണ്ടാകണം, ആ ഐക്യം ഇന്നും ഉണ്ടാകണം. അതാണ് ഏറ്റവും ആവശ്യം. രണ്ടാമത്തെ കാര്യം പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധി, ഹോളിനെസ്, അത് സഭയുടെ മുഖമുദ്രയാണ്. വാസ്തവത്തിൽ അനാത്മികമായ, അസന്മാർഗികമായ, ദുരുപദേശത്തിൽ ആകൃഷ്ടമായ, മ്ലേച്ഛമായ ജീവിത ശൈലി ഉണ്ടാകാൻ പാടില്ല. അശുദ്ധമായ യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ വിശുദ്ധമായൊരു സ്വഭാവം ഉണ്ടാകണം, ഒരു വീക്ഷണം ഉണ്ടാകണം, ഒരു ഇടപെടലുണ്ടാകണം. പരിശുദ്ധി സഭയുടെ മുഖമുദ്രയായി തീരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഭയിൽ പരിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. പരിശുദ്ധി എന്നുള്ളൊരു വാക്കുപയോഗിച്ചുകൊണ്ടായില്ല. സ്വഭാവത്തിൽ, ജീവിതത്തിൽ, ഇടപെടലിൽ, സംഭാഷണത്തിൽ ആ പരിശുദ്ധമായ ജീവിത അനുഭവം, ആ സ്വഭാവ ശ്രേഷ്ഠത അത് നിലനിർത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അത് ദൈവത്തെ സംബന്ധിച്ച് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ്. ദൈവതുല്യമായ വിശുദ്ധി മനുഷ്യ ജീവിതത്തിലാണെങ്കിൽ പോലും ആ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്തുവാൻ, കാത്തു സൂക്ഷിക്കാനുള്ളതായി നിർബന്ധം വിശ്വാസികൾക്കുണ്ടാകേണ്ടതാണ്. മ്ലേച്ഛമായ ഇടപെടലുകൾ, ജാതീയമായ നവീകരണങ്ങൾ, ജാതീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, അവയുടെ പകർച്ചകൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാം വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. ആ കാര്യം നാം ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് പാടില്ല. ജാതികളുടെ മാതൃക നാം പിൻപറ്റരുത്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നാം പിൻപറ്റുവാൻ പാടില്ല. അതെല്ലാം ഒഴിവാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ജീവിത വിശുദ്ധി പാലിച്ച് മുൻപോട്ട് പോകുവാൻ ആദിമസഭ, ഇന്നത്തെ സഭ, ഇന്നത്തെ വിശ്വാസ സമൂഹങ്ങൾ അത് നിർബന്ധമായും നിശ്ചയമായും ഉൾക്കൊണ്ട് പാലിച്ച് മുൻപോട്ട് പോകേണ്ടവരായിട്ടുണ്ട്. മൂന്നാമത്തെ അവസ്ഥ ഞാൻ പറയാം, അത് സാർവത്രികമായ സഭയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ജനസംഖ്യ ലോകത്തിൽ ഒരു സംവിധാനത്തിനും നിർണയിക്കുവാൻ നിവൃത്തിയില്ല. അത് എണ്ണിയാൽ തീരാത്ത സംഖ്യയാണ്. അവരെയൊന്നും നമുക്കിപ്പോൾ കാണാൻ നിവൃത്തിയില്ല. എന്നാൽ അവരെക്കുറിച്ച് പറയുന്നത് അൺസീൻ ചർച്ച് എന്നാണ്. ആഗോള ക്രൈസ്തവ സമൂഹം, നമുക്ക് കാണാനാവാത്ത ഒരു സമൂഹമുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാദേശിക ഭാവമാണ്. അതാത് ഇടങ്ങളിൽ പരിചയക്കാർ, പരിചയമുള്ളവർ, സ്വന്തക്കാർ, താല്പര്യമുള്ളവർ, അടുത്ത ബന്ധമുള്ളവരെ, കണ്ട് പരിചയമുള്ളവരെ, ഒരേ മനസ്സുള്ളവരെ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്ന സമൂഹം അതാതിടങ്ങളിൽ കൂടി വരികയാണ്. അത് ലോക്കൽ ചർച്ചസ് എന്ന് പറയും, പ്രാദേശിക സഭ എന്ന് പറയും. കേന്ദ്രസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭൂമിയിൽ, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഒരിടത്തും ഒരാസ്ഥാനം ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയില്ല. പറയാവുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മുടെ കേന്ദ്രസ്ഥാനം സ്വർഗത്തിലാണ്. സ്വർഗമാണ് നമുക്ക് ഉന്നതമായിട്ടുള്ളത്. അതല്ലാതെ ഭൂമിയിൽ ഒരിടത്തും ഒരാസ്ഥാനവുമില്ല, ഒരു കേന്ദ്രസ്ഥാനവുമില്ല. നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നാലാമത്തെ കാര്യം കൂടെ ഞാൻ പറയാം. അവിടെ പറഞ്ഞിങ്ങനെയാണ്, അപ്പസ്തോലികമായിരിക്കണം. ദൈവസഭ അപ്പസ്തോലികമായിരിക്കണം. 12 അപ്പസ്തോലന്മാരാണ് കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നത്. ഏകദേശം AD 100 അപ്പസ്തോലന്മാരുടെ കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ അപ്പസ്തോലൻ എന്ന് പറയുന്നത് യോഹന്നാനാണ്. അപ്പസ്തോലനായ യോഹന്നാൻ, അദ്ദേഹം ഏകദേശം AD 100 മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവിക മരണമാണ്. പ്രായാധിക്യത്തിലെത്തി ജീവിതത്തിൻ്റെ ആത്യന്തികമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി വളരെ ശ്രേഷ്ഠമായ നിലയിൽ, ഒരു വാക്ക് പറയുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ജീവിതം അവസാനിപ്പിച്ച ആളാണ് മഹാനായ യോഹന്നാൻ. അദ്ദേഹവും മരിച്ചു. മറ്റുള്ളവരെല്ലാം രക്തസാക്ഷികളായി മരിച്ചു. ഇദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനവും കഴിഞ്ഞു വളരെ കൃതാർത്ഥതയോടെ മരിച്ചു. മറ്റവരും സന്തോഷത്തോടും സ്വസ്ഥതയോടും സമാധാനത്തോടും ആത്മധൈര്യത്തോടും വലിയ അഭിമാനബോധത്തോടും മരിച്ചു. ആ പീഡനങ്ങളെ താണ്ടി അങ്ങനെ 12 അപ്പസ്തോലന്മാർ മരിച്ചു. അതോടുകൂടെ അപ്പസ്തോലന്മാർ എന്ന് പറയുന്ന തസ്തിക ഇല്ലാതായിത്തീർന്നു. ഇന്ന് അപ്പസ്തോലന്മാരില്ല. അപ്പസ്തോലന്മാരുടെ ഉപദേശമാണുള്ളത്, അപ്പസ്തോലന്മാരുടെ പ്രബോധനമാണുള്ളത്, അപ്പസ്തോലന്മാരുടെ പഠിപ്പിക്കലാണുള്ളത്. അതെവിടെയുണ്ട്? അത് തിരുവെഴുത്തിലുണ്ട്, ലേഖനങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ
ഇന്ന് പരിശുദ്ധാത്മാവിനാൽ തന്നെ ദൈവത്തിൻ്റെ വരം ലഭിച്ചിട്ടുള്ള, നിയോഗം പ്രാപിച്ചിട്ടുള്ള, ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള അത് ഉപദേഷ്ടാക്കന്മാർ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് ആ പ്രേരണയാൽ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ച് ഇന്ന് സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവെഴുത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉപദേശവും നമുക്ക് പഠിപ്പിക്കാൻ അവകാശമില്ല. വേറൊരിടത്ത് നല്ലൊരു കാര്യമുണ്ട്, മറ്റൊരിടത്ത് ആകർഷകമായൊരു വിഷയമുണ്ട്. അതൊന്നും നമുക്ക് പഠിപ്പിക്കാൻ അനുവാദമില്ല, നിയമമില്ല, തിരുവചനം അനുവദിക്കില്ല. നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതിർത്തിക്കിപ്പുറത്ത് അതിർത്തി വിടാതെ ആ അതിർത്തിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൃത്യമായി വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ളതായ ബാധ്യത നമുക്കുണ്ട്. വേറെ അപ്പസ്തോലന്മാർ നമുക്കില്ല, മറ്റുപദേഷ്ടാക്കന്മാർ നമുക്കില്ല. ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട ഉപദേഷ്ടാക്കന്മാർ മാത്രമേ ഉള്ളൂ. അവരെ നയിക്കേണ്ടത്, അവരെ സ്വാധീനിക്കേണ്ടത്, വചനത്തിന്മേൽ നിശ്ചയം നൽകേണ്ടത്, വചനത്തിന്മേൽ പ്രകാശം നൽകേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഈ 4 സവിശേഷതകൾ ഇന്നും ഒരു സഭയ്ക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ സഭ ക്രിസ്തുവിൻ്റെ സഭയാണെന്ന് അവകാശപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ധാരാളം പ്രാദേശിക സഭകളുണ്ട്. അതിലൊരു സഭയുടെ കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പുതിയ നിയമത്തിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം നാം വായിക്കുമ്പോൾ, ആ ലേഖനം മൊത്തമായി വായിച്ചാൽ പോലും അറിയാം. എന്നാൽ തൽക്കാലം 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം മാത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്ന ആദ്യത്തെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പൗലോസും സിൽവാനോസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. ഈ വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ അടിസ്ഥാന കാരണക്കാരെ പറ്റി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സുവിശേഷം പ്രഘോഷിച്ച ആ ദൈവദാസന്മാർ ആരൊക്കെയായിരുന്നു? പൗലോസ്, സിൽവാനോസ്, തിമത്തിയോസ്. അവർക്ക് ലഭിച്ച നിയോഗമനുസരിച്ച് അവർ ആ പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. തെസ്സലോനിക്ക എന്ന് പറയുന്നത് പല സവിശേഷതകളുള്ള പ്രദേശമാണ്. അത് വാസ്തവത്തിൽ ഒരു തുറമുഖ നഗരമാണ്. ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. വ്യാപാരികളും വ്യവസായികളും അവിടെ ഉണ്ട്. മാത്രമല്ല തത്വചിന്തകന്മാരുണ്ട്, ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തിൽ നിർത്തിയിട്ടുള്ള ആളുകളുണ്ട്, പരിജ്ഞാനമുള്ള ആളുകളുണ്ട്, വിദ്വാൻമാരുണ്ട്, അപരിഷ്കൃതരായ ആളുകളുമുണ്ട്. അപ്പോൾ തന്നെ മ്ലേച്ഛമായ നിലയിൽ ജീവിക്കുന്ന ആളുമുണ്ട്. അവിടെയാണ് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. പൗലോസ് പ്രസംഗിച്ചു, സിൽവാനോസ് പ്രസംഗിച്ചു, തിമത്തിയോസ് പ്രസംഗിച്ചു. ഇവരെല്ലാം പ്രസംഗിച്ചത് ഒരു മെസ്സേജാണ്, ഒരു ആശയമാണ്. നമുക്കറിയാം, ഇന്ന് ഒരേ ആശയം അനുകരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വ്യക്തിപരമായി ചില ചിന്തകൾ കൂടെ കലർത്തി പഠിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ ഈ 3 പേരും ഒരുപോലെ സംസാരിക്കുകയാണ്. ഒരേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, ഒരേ ആലോചനയാണ് നൽകുന്നത്. അവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഇവർ തെസ്സലോനിക്ക പട്ടണത്തിലാണ്. അവിടുത്തെ ചില ഇടപാടുകളുണ്ട്, അതൊന്നും അനുകരണാർഹമല്ല. കുറേ നന്മകളുണ്ട്, അതൊക്കെ അനുകരിക്കാൻ സാധിച്ചേക്കും. എങ്കിലും അവർ തെസ്സലോനിക്ക പട്ടണത്തിലാണെങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം അടിസ്ഥാനപ്പെട്ട് വളരെ കൃത്യമായി ജാഗ്രതയോടുകൂടെ ആ വിശുദ്ധമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നവരായിരുന്നു. അവരെക്കുറിച്ചുള്ള 3 പ്രത്യേക പദങ്ങൾ എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അതിലൊന്ന് വിശ്വാസത്തിൻ്റെ വേല, 2 സ്നേഹപ്രയത്നം, 3 കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ഇത് നാം മനഃപ്പാഠമാക്കേണ്ടതാണ്. ഇത് നാം ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. ലോകത്തിലുള്ള എല്ലാ സഭകളിലും ഈ സവിശേഷതകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ വേലയാണ്. അത് നാം ഇന്ന് പ്രവർത്തിക്കുന്നവരാണ്. വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് വിശ്വാസമായിരിക്കണം. അത് വിശ്വാസത്തിൻ്റെ വേലയായിരിക്കണം.
അവിടെ മത്സര മനോഭാവം ഉണ്ടാകുവാൻ പാടില്ല. നിയമവിരുദ്ധമായ ഇടപെടലുകൾ ഉണ്ടാകുവാൻ പാടില്ല. സത്യസന്ധമല്ലാത്ത യാതൊരു സമീപനവും ഉണ്ടാകുവാൻ പാടില്ല. അത് തികഞ്ഞ വിശ്വാസം, കേവല വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിനെ ഉന്നം വയ്ക്കുന്നതാണ്. യേശുക്രിസ്തുവിനുമായി ബന്ധമുള്ളതാണ്. യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വെളിപ്പാടിന് വിരുദ്ധമായ യാതൊരു കൃത്രിമം നിറഞ്ഞിരിക്കുന്ന ശൈലികളൊന്നും ആ വേലയിൽ ഉണ്ടാകുവാൻ പാടില്ല. ആ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ പാടില്ല. അത് ശുശ്രൂഷ തന്നെയാണ്. അതൊരു മിനിസ്ട്രിയാണ്, ശുശ്രൂഷ തന്നെയാണ്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സേവകരായിട്ട് നാം മാറണം, മറ്റുള്ളവരുടെ ദാസന്മാരായിട്ട് നാം തീരണം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നാം മാറണം. ആ ഒരു താഴ്മയുടെ ആ ജീവിത ശൈലി അവലംബിക്കുവാൻ ഈ നേതൃത്വത്തിന് സാധിക്കണം. ഉന്നതമായ പദവിയിൽ ഭരണപരമായ ആനുകൂല്യങ്ങളോടുകൂടി ജീവിച്ച് മുൻപോട്ട് പോവുകയല്ല, ദാസനായിത്തീരുന്ന മനോഭാവം, യേശുക്രിസ്തുവിൻ്റെ ദാസനായിത്തീരുന്ന മനോഭാവം ഉണ്ടാകണം. അതാണ് വിശ്വാസത്തിൻ്റെ വേല എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സ്നേഹത്തിൻ്റെ പ്രയത്നമാണ്. നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് മത്സരത്തിൻ്റേതല്ല, വാശിയുടേതല്ല, ചലഞ്ചിൻ്റേതല്ല, ഒന്നുമല്ല. അത് സ്നേഹത്തിൻ്റെ പ്രയത്നമാണ്. സ്നേഹമാണ് വില കൊടുത്ത് വാങ്ങാൻ കിട്ടാത്ത ഏറ്റവും സ്വർഗീയമായ ഒരു വികാരം എന്ന് പറയുന്നത്. അത് സ്നേഹമാണ്. ആ സ്നേഹമാണ് ഇന്ന് വാസ്തവത്തിൽ ലഭ്യമല്ലാതിരിക്കുന്നത്. ആ സ്നേഹമാണ് ഇന്ന് വാസ്തവത്തിൽ ആർക്കും പ്രാപിക്കാൻ അറിഞ്ഞുകൂടാത്തത്, നിവൃത്തിയില്ലാത്തത്. എന്നാൽ ആ സ്നേഹം കൃത്യമായി വെളിപ്പെടുത്തിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതശൈലി, യേശുക്രിസ്തുവിൻ്റെ ഇടപെടൽ, യേശുക്രിസ്തുവിൻ്റെ ആ പെരുമാറ്റം, യേശുക്രിസ്തുവിൻ്റെ സംഭാഷണം, ഇതെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അവിടെ യാതൊരു വെല്ലുവിളിയുമില്ല, ഒരു ഭീഷണിയുമില്ല, ഒരു സമ്മർദ്ദവുമില്ല, ഒരു തന്ത്രങ്ങളുമില്ല. അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ സൗമ്യതയാണ്, ആ സ്നേഹത്തിൻ്റെ വിനയമാണ്, ആ സ്നേഹത്തിൻ്റെ സേവന സന്നദ്ധതയാണ്. ആ സ്നേഹം ഏറ്റവും ആകർഷകമായ ഒന്നാണ്. മൂന്നാമത്തെ കാര്യം യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയാണ്. ഏതൊരു വിശ്വാസിക്കും വ്യക്തമായ ലക്ഷ്യമുണ്ട്, ലാക്കുണ്ട്, ഒരു ഗോളുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. ഇന്ന് വാസ്തവത്തിൽ സഭയ്ക്ക് പീഡനമുണ്ട്, പ്രതിസന്ധികളുണ്ട്, പോരാട്ടമുണ്ട്. അത് ലോകത്തിൽ എവിടെയുമുണ്ട്. പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്, പോരാട്ടങ്ങളാണ്, ഏത് സ്ഥലങ്ങളിലുമുണ്ട്. ഈ സമീപകാലത്തുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് സാത്താൻ്റെ സഭ പോലുമുണ്ട്. സാത്താൻ്റെ സഭ, സാത്താൻ്റെ സഭയുടെ ശുശ്രൂഷകന്മാരുണ്ട്, സാത്താൻ്റെ സഭയുടെ അണികളുണ്ട്. അതെല്ലാം ലോകവ്യാപകമായി പല സ്ഥാനങ്ങളിലുമുണ്ട്. സാത്താൻ്റെ സഭകളുണ്ട്. സാത്താൻ്റെ പള്ളിക്കാർ എന്നുള്ള ഒരു പരാമർശം തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് സാത്താൻ്റെ സഭ? എന്താണ് സാത്താൻ്റെ പള്ളിക്കാർ? എന്താണ് സാത്താൻ്റെ ശുശ്രൂഷകന്മാർ? അവരുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന പരിപാടികളാണ് സാത്താൻ്റെ പള്ളിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വികാരമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ ഭാവമാണ്. എന്നാൽ ഇന്ന് നാം സമൂഹത്തിൽ കാണുന്നത്, ലോകത്തിൽ കാണുന്നത്, അവർക്കും സംഘടിതമായ ഒരു ഭാവം ഉണ്ടായിക്കഴിഞ്ഞിരിക്കും എന്നാണ്. ലോകത്തിൻ്റെ വലിയ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രങ്ങളിൽ പോലും സാത്താൻ്റെ പള്ളിക്കാരുണ്ട്. ലോകത്തിൽ താഴെ കിടക്കുന്ന ഗ്രാമങ്ങളിൽ പോലും സാത്താൻ്റെ പള്ളിക്കാരുണ്ട്. സാത്താൻ അവകാശവാദം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ക്രിസ്തീയമായ പേരുകൾ അവർക്കുണ്ടാകാം, ക്രിസ്തീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്കുണ്ടാകാം. പക്ഷെ അവരുടെ മേൽ അവകാശപ്പെടുന്നത് സാത്താനാണ്, പൈശാചികമായ ശക്തിയാണ്. ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഘടനകൾ ഉണ്ടാകുമ്പോൾ, ജാതീയമായ പ്രതികൂലം ഉണ്ടാകുമ്പോൾ, വൈഷമ്യം ഉണ്ടാകുമ്പോൾ, അവിടെയെല്ലാം സാത്താൻ്റെ പ്രവണതകളുണ്ട്, സ്വാധീനങ്ങളുണ്ട്. യുദ്ധങ്ങളുണ്ടാകുമ്പോൾ, കലാപങ്ങളുണ്ടാകുമ്പോൾ, അവിടെയെല്ലാം അഴിമതികളും അട്ടിമറികളും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം സാത്താൻ്റെ പ്രവൃത്തികളുണ്ട്. രാത്രിയുടെ തിന്മയുടെ ഇടപെടലുകൾ അവിടെയെല്ലാം കാണാം. ഇരുളിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. അതെല്ലാം അന്ധകാര ശക്തികളാണ്. എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയാം, നമ്മെ ഭരിക്കുന്ന, മുൻപോട്ട് നയിക്കുന്ന ആ ഉന്നതമായ ഗോൾ, ഉന്നതമായ ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയാണ്. ആ സ്ഥിരത എന്ന വാക്ക് നാം ഒരിക്കലും അവഗണിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ കലാപങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാം, സംഘടനകൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും
പട്ടിണി, വൈഷമ്യങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരാം, രോഗദുഃഖങ്ങളുണ്ടായെന്ന് വരാം. പക്ഷേ സ്ഥിരതയോടെ ലാക്കിലേക്ക് ഓടുന്ന, ലാക്കിലേക്ക് പായുന്ന ആ സ്ഥിരതയുള്ള ധീരമായ അഭിമാനകരമായ ഒരാവേശ ശക്തി, ഒരാത്മീയ ശക്തി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇടയ്ക്കിട്ട് പോകുന്നത്, മടുത്തു എന്ന് പറയുന്നത്, ഇനി പറ്റുകയില്ല എന്ന് പറയുന്നത്, വേറെയായി ചിന്തിക്കാൻ ശ്രമിക്കുന്നത് ഒന്നും ഈ യാത്രയ്ക്ക് പറ്റിയ കാര്യങ്ങളല്ല. ഒരു സ്ഥിരത നമുക്കുണ്ടാകണം. അത് പ്രത്യാശയുടെ സ്ഥിരതയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാക്കുന്ന ശക്തി എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാതിരിക്കരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. വിവിധങ്ങളായ നിലകളിൽ സാത്താൻ നമുക്ക് വിരോധമായി പ്രവർത്തിക്കാം. നമുക്കെതിരെ അപവാദങ്ങളുണ്ടാക്കാം, കള്ളക്കേസുകളുണ്ടാക്കാം, പ്രതിസന്ധികൾ സൃഷ്ടിക്കാം, പോരാട്ടങ്ങളുണ്ടാകാം. ജീവിതത്തിൽ സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകേണ്ടതിന് പകരം പിന്നോട്ടമുണ്ടായെന്ന് വരാം, കഷ്ടതയുണ്ടായെന്ന് വരാം, രോഗബാധിതരായി മാറിയെന്ന് വരാം, പ്രതികൂലങ്ങളുണ്ടായെന്ന് വരാം. ഇതെല്ലാം സാത്താന്യ തന്ത്രങ്ങളാണ്. തിരുവെഴുത്ത് പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാസ്തവത്തിൽ നാം ഒരു കാര്യം ഓർക്കണം, പരസ്പരം വിദ്വേഷവും പകയും പ്രതികാര ചിന്തയും പുലർത്തേണ്ടവരല്ല. ഇതിൻ്റെ എല്ലാം ഉറവിടം സാത്താന്യമാണ് തിരിച്ചറിഞ്ഞ് ആ സാത്താനെതിരെ വിശ്വാസത്തിൻ്റെ പരിചയം കൊണ്ടാണ് നാം പോരാടേണ്ടത്. അതിനുപയോഗിക്കേണ്ട ആയുധങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന തന്നെയാണ്, വചനത്തോടുള്ള ബന്ധമാണ്, സഹകരണമാണ്, ജീവിത വിശുദ്ധിയാണ്, കൂട്ടായ്മയുടെ ആ ധൈര്യമാണ്, ആരാധനയുടെ ശക്തിയാണ്. ആ നിലയിൽ ക്രമീകരിക്കപ്പെട്ട ഒരു പവിത്രമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതെ നമുക്കറിയാം, സാത്താന്യ ശക്തിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നാം ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് വിജയം തന്നെ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. തിരുവെഴുത്ത് പറയുന്നുണ്ട്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ ജനവും രാജകീയ പുരോഹിതവർഗവുമാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അന്ധകാരത്തിലായിരുന്നു. ഇന്ന് മദ്യപാനികളെ നാം കാണുന്നുണ്ട്, മ്ലേച്ഛമായി ജീവിക്കുന്നവരെ കാണുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയും അവസ്ഥയും ഇതുതന്നെയായിരുന്നു. പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തിന്മ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കി ജീവിക്കുന്ന ജീവിതശൈലി നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ആ മ്ലേച്ഛമായ ജീവിതശൈലിയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. അന്ന് നാം അന്ധകാരത്തിലായിരുന്നു. ഇന്ന് നാം ദൈവകൃപയാൽ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടവരാണ്. അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടവർക്ക്, വെളിച്ചം കണ്ടവർക്ക്, ദൈവകൃപ അനുഭവിച്ചവർക്ക്, ദൈവവിശ്വാസം കൈവരിക്കുവാൻ സാധിച്ചവർക്ക്, യേശു എന്ന ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ സാധിച്ചവർക്ക്, അവിടുത്തെ പിൻപറ്റുവാൻ കഴിഞ്ഞവർക്ക് ഇന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മഹാദൗത്യമാണ് നമുക്കുള്ളത്. ഒരു വലിയ നിയോഗമാണ് നമ്മിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഒരു വലിയ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അതാണ് രാജകീയ പുരോഹിത വർഗം എന്നുള്ള പരാമർശം കൊണ്ട് സാധിക്കുന്നത്. രാജകീയ പുരോഹിത വർഗം അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗമാണ്, അഭിഷേകമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മെ വീണ്ടെടുത്ത അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ആ ജീവൻ്റെ വഴി നമുക്ക് കാണിച്ചു തന്ന ആ ജീവൻ്റെ ഉറവിടം നാം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നാം കണ്ടെത്തുവാനിടയായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അതിന് മുഖാന്തരമായി തീർന്നു എന്നുള്ളത് ഒരു സ്വർഗീയമായ കരുതലായിട്ട് വേണം നാം മനസ്സിലാക്കുവാനായിട്ട്. അതേ, നാം പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മുടെ ആദിമാതാപിതാക്കൾ ആദവും ഹവ്വായും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് മറുതലിച്ച് അവർ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആഗ്രഹപ്രകാരം അവൻ ബോധപൂർവം പാപം ചെയ്തു. അങ്ങനെയാണ് അവർക്ക് ദൈവ തേജസ് ഇല്ലാതായി വന്നത്. അവർ അന്യരായി മാറിയത്, അകന്നു പോകാൻ ബാധ്യസ്ഥരായി തീർന്നത്, അവർ അകന്നകന്ന് കഴിഞ്ഞത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, നമുക്ക് നഷ്ടപ്പെട്ട ആ ദൈവദേശത്ത് തിരിച്ചു കിട്ടുവാൻ, നമ്മെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റുവാൻ, വിശുദ്ധ ജനമാക്കി മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, AD 30 കാൽവരിയിൽ രണ്ട് കള്ളന്മാർ നടുവിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. രക്താഭിഷിക്തനായി മാറുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട്.
കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് നമ്മുടെ പാപത്തിൻ്റെ പ്രതിവിധിയായി, പ്രായശ്ചിത്തമായി, വീണ്ടെടുപ്പ് വിലയായി തീർന്നിട്ടുള്ളത്. ആ രക്താഭിഷേകത്തിനായി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് അവനെ പിന്തുടരുവാൻ അവകാശമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ മഹാഭാഗ്യം നാം തിരഞ്ഞെടുക്കപ്പെട്ട വർഗമാണെന്നുള്ളതാണ്. ഈ മഹത്തായ ദൈവസ്നേഹത്തെ ഓർത്ത് ആ നാമത്തിൽ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.